മോർഗൻ ഹൗസിൽ എഴുതിയ ദി സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം, കൺഫൗണ്ടിങ് കോമ്പൗണ്ടിങ്. ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത് ധനസമ്പാദനത്തിൽ ഏറ്റവും ശക്തമായ ശക്തി ഏതാണെന്നാണ്. അതാണ് കോമ്പൗണ്ട് ഗ്രോത്ത്. പക്ഷേ അതിൻ്റെ ശക്തി നമ്മൾ പലപ്പോഴും അവഗണിക്കുന്നു. അത്രയേറെ അത്ഭുതം നിറഞ്ഞതും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ് ഇത്. കോമ്പൗണ്ട് ഗ്രോത്ത് എന്നത് പലപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ആശയമാണ്. ഒരു ചെറിയ തുക നിക്ഷേപിച്ചാൽ അതിൻ്റെ മീതെ കിട്ടുന്ന ലാഭം വീണ്ടും നിക്ഷേപിക്കുമ്പോൾ അത് വളരെയധികം വർദ്ധിക്കപ്പെടുന്നു. അതുതന്നെയാണ് കോമ്പൗണ്ടിങ്. ഒരു തവണ നിങ്ങൾക്ക് 10% റിട്ടേൺ കിട്ടിയാൽ അടുത്ത തവണ അതിനും കൂടി കിട്ടുന്ന തുകയാണ് 10% വരുന്നത്. അങ്ങനെ ഒരു സൈക്കിൾ കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം അതിശയകരമായ രീതിയിൽ വർദ്ധിക്കും. വാറൻ ബഫറ്റിൻ്റെ സാമ്പത്തിക വിജയം അതിൽ മികച്ച ഉദാഹരണമാണ്. അദ്ദേഹം ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യനാണ്. പക്ഷേ അതിൻ്റെ പ്രധാന കാരണം അതിശയകരമായ ഇൻ്റലിജൻസ് അല്ല, പക്ഷേ കോമ്പൗണ്ട് ഗ്രോത്തും സമയവും കൂടിച്ചേർന്നപ്പോഴാണ് അത് ആയത്. അദ്ദേഹം 10-ാം വയസ്സിൽ നിക്ഷേപം ആരംഭിച്ചു. ജീവിതകാലം മുഴുവനും തുടർ നിക്ഷേപം നടത്തി. അതിനാൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് വലിയ തോതിൽ വർദ്ധിച്ചു. 90% കൂടുതൽ സമ്പത്ത് അദ്ദേഹം സമ്പാദിച്ചത് 60 വയസ്സിന് ശേഷമാണ്. ഇത് തെളിയിക്കുന്നത് നീണ്ട കാലത്തെ കോമ്പൗണ്ട് ഗ്രോത്ത് എന്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ്. കോമ്പൗണ്ട് ഗ്രോത്ത് വേഗത്തിൽ വളരുന്നില്ല. ആദ്യം കുറച്ചു വർഷം വളർച്ച ചെറുതായിരിക്കും. പക്ഷേ അത് തുടരുമ്പോൾ ഒരു സമയത്ത് വളർച്ച അതിരുകൾ നീളുന്നു. മിക്ക ആളുകളും ഈ ആദ്യഘട്ടത്തിൽ തങ്ങളെ നഷ്ടപ്പെടുത്തുന്നു. കാരണം അവർ ഉടൻ ഫലം പ്രതീക്ഷിക്കുന്നു. കോമ്പൗണ്ട് ഗ്രോത്ത് നമ്മിൽ ക്ഷമയും സ്ഥിരതയും ആവശ്യപ്പെടുന്നു. ഉദാഹരണമായി, ഒരു വ്യക്തി 5000 വീതം മാസം നിക്ഷേപിക്കുന്നു. വാർഷികമായി 12% റിട്ടേൺ കിട്ടുന്നു എങ്കിൽ 30 വർഷത്തിന് ശേഷം അതിൻ്റെ മൂല്യം 1.5 കോടി രൂപയായിരിക്കും. പക്ഷേ അതിൻ്റെ ആദ്യ 10 വർഷം കാണുമ്പോൾ അത്രയും വലിയ വളർച്ച കാണുന്നില്ല. കാരണം കോമ്പൗണ്ട് ഗ്രോത്ത് സ്ലോ ആയിട്ടാണ് തുടങ്ങുന്നത്. അതിനാൽ നിങ്ങളുടെ ഏറ്റവും വലിയ മൂലധനം സമയം, നിഷ്ഠ, തുടർച്ച ഇവയാണ്. കോമ്പൗണ്ട് ഗ്രോത്ത് പണത്തിൽ മാത്രമല്ല, വിദ്യാഭ്യാസം. കുറച്ചു പഠിക്കുമ്പോൾ ഒരു സമയം വലിയ അറിവാകുന്നു. ബന്ധങ്ങൾ, വിശ്വാസം പതിയെ വളരുന്നു. വ്യക്തിത്വം, നല്ല ശീലങ്ങൾ പതിയെ വലുതാകുന്നു. കോമ്പൗണ്ട് ഗ്രോത്ത് ഒരു യൂണിവേഴ്സൽ ട്രൂത്താണ്. കോമ്പൗണ്ട് ഗ്രോത്താണ് ആത്മാർത്ഥമായ വിജയം നൽകുന്നത്. നമ്മൾ കോമ്പൗണ്ട് ഗ്രോത്തിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ധനസമ്പാദനത്തിൽ നാം പലപ്പോഴും പരാജയപ്പെടുന്നു. കോമ്പൗണ്ട് ഗ്രോത്ത് വലിയ മായാജാലം പോലെയാണ്. അതിൻ്റെ ശക്തി സമയത്തിൻ്റെ നീളത്തിൽ വെളിപ്പെടുന്നു. പണം വേണമെങ്കിൽ കഠിന പ്രയത്നം മാത്രം വേണ്ട. കുറച്ച് കൃത്യമായ തീരുമാനങ്ങൾ, കുറച്ച് കാത്തിരിപ്പ്, അതാണ് ആവശ്യം. ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്ന മികച്ച നിക്ഷേപം ഇന്ന് തന്നെ തുടങ്ങുക. മോർഗൻ ഹൗസിൻ്റെ ദി സൈക്കോളജി ഓഫ് മണി എന്ന പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിനു വേണ്ടി തുടർന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.